ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്ത ഒരു വിഭവമാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ മോമോസാണ്. അപ്പോൾ വേറെ എവിടെ നിന്നും ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ടൊന്നുമില്ല. ഇത് ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ മൈദ ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ, ഏതെങ്കിലും മതി. ഞാൻ ഒഴിച്ചേക്കുന്നത് പാം ഓയിലാണ്. അങ്ങോട്ട് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. വെള്ളം ഒത്തിരി കൂടിപ്പോരും. നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി എടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞാൻ ഉപ്പ് മാത്രം ഇട്ട് കുക്കറിനകത്ത് വെച്ച് വെന്തിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തേക്കുന്നതാണ്. അടിക്കാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ്. ഇതെങ്ങനെ ഇരിക്കും, ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, എരിവൊന്നും വേറെ ചേർത്തിട്ടില്ല. അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊടിയായിട്ട് അരിഞ്ഞത് വേണം. ഇതിനകത്ത് ഫില്ലിങ് തയ്യാറാക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഒരു ചോപ്പറിനകത്തിട്ടാണ് ഞാനത് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പച്ചക്കറിയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് വേറെ നമ്മൾ ക്യാരറ്റോ ഒക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ക്യാബേജ് ചോപ്പറിൽ തന്നെ വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് പൊട്ടിപ്പോകാതിരിക്കാനായിരിക്കും ഇത്രയും നൈസായിട്ട് ഈ അരിയാൻ പറയണത്. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റായിട്ട് ചേർക്കാം, അല്ലെങ്കിൽ അതും പൊടിയായിട്ട് അരിഞ്ഞത് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് എടുക്കാമായിരിക്കും കേട്ടോ. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് സോയാ സോസ് 2 സ്പൂൺ കണക്കാക്കി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി എരിവിനാവശ്യമായ മുളക് പൊടി, ഇനി നമ്മുടെ ഈ കൂട്ടിനാവശ്യമായ ഉപ്പ്, കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണമെന്നില്ല കേട്ടോ. സ്പൂൺ മാറ്റിയിട്ട് നമ്മുടെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്തിട്ട് ഒരു ശകല എണ്ണയും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതും പാം ഓയിൽ തന്നെയാണ്. എനിക്കൊരു കുറച്ച് നെയ്യും കൂടെ കേട്ടോ. ഈ കൂട്ടിന് ആവശ്യമായ ശകല നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഞാൻ വേവിച്ചിട്ടിട്ടുകൊണ്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് ചോറിനൊക്കെ ഒരു കറിയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനും. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ കണ്ടതിനകത്ത് പച്ചയ്ക്ക് നമ്മുടെ ചിക്കനൊക്കെ എടുക്കുന്നതാണ് കണ്ടത്. അങ്ങനെ എടുക്കുന്നതിനോട് എനിക്ക് അത്ര യോജിപ്പില്ലാത്തതുകൊണ്ട് ഞാനിത് വേവിച്ചിട്ടെടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നമുക്കൊന്ന് ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കാം. ചെറിയ ബോൾസ് മതി. നമ്മുടേതായ ആകൃതിയിൽ നമുക്കിതുണ്ടാക്കാം കേട്ടോ. ചിക്കൻ മോമോസിന് തന്നെ ഒരു ഷേപ്പുണ്ട്. ആ ഷേപ്പിൽ ഇപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടേതായ രീതിയിൽ ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് മടക്കിയെടുക്കാൻ പോവുകയാണ്. ഒരെണ്ണം ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ മടക്കി എടുത്തേക്കുന്നത്. ചെറുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ ഒരെണ്ണം ഞാൻ ചെറിയൊരു ഡിസൈന് വേണ്ടിയിട്ട് ഇങ്ങനെ അരികുവശം ഇങ്ങനെ ഒന്ന് വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ കിഴി കെട്ടിയ പോലെ അതിനകത്ത് മൊമോസിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതുപോലെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് വെന്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇഡ്ഡലിക്കുട്ടകം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് നമ്മുടെ ആവി കയറുന്ന ഒരു പാത്രം വെച്ച് അതിലാണ് ഇതെല്ലാം പെറുക്കി വെച്ച് സ്റ്റീം ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെന്ത ഭാഗമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നമ്മുടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരും കഴിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഞാൻ ഈ കാണിച്ചു തന്നുള്ളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരുപാട് നമുക്ക് ചിലവുകളൊന്നുമില്ല. ഉള്ള പച്ചക്കറിയൊക്കെ വെച്ച് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് ചിക്കനൊന്നും വേണ്ട കേട്ടോ. ഇതിന് കുറച്ച് ചിക്കൻ മതി. ക്രഷ് ചെയ്തുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് ഒരുപാടായി വന്നോളും.
അപ്പോൾ നമുക്ക് ഉള്ളതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. എണ്ണയിൽ വറുത്ത് കോരുന്ന സ്നാക്കൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെയും വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.